ചേർത്തല ബിന്ദു പത്മനാഭൻ തിരോധാന കേസിൽ നിർണായക വിവരങ്ങൾ ഇന്ന് റിപ്പോർട്ടർ പുറത്തുവിട്ടു. ബിന്ദുവിന്റെ ഇടപ്പള്ളിയിലെ ഭൂമി സെബാസ്റ്റ്യൻ കൈക്കലാക്കിയത് വ്യാജ SSLC ബുക്കും ഡ്രൈവിംഗ് ലൈസൻസും ഉപയോഗിച്ചാണ്. വ്യാജരേഖ തയ്യാറാക്കാൻ കുറുപ്പംകുളങ്ങര സ്വദേശിനി ജയ ബിന്ദുവായി ആൾമാറാട്ടം നടത്തിയെന്നും കണ്ടെത്തലുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ ഈ കേസിൽ സംഭവിച്ചത്? ഇതുവരെ ഈ കേസ് ശ്രദ്ധിക്കാതിരിക്കുന്ന പ്രേക്ഷകർക്ക് വേണ്ടി ചുരുക്കത്തിൽ ഞാൻ ആ കഥ പറയാം. സെബാസ്റ്റ്യൻ എന്ന ദുരൂഹത. ഇതാണ് സെബാസ്റ്റ്യന്റെ ഇരകളായവരുടെ ചിത്രങ്ങളാണ് ഈ കാണുന്നത്. ഇതിൽ ഇവരൊക്കെ തമ്മിലുള്ള ബന്ധം എന്താണ്? എങ്ങനെയാണ് സെബാസ്റ്റ്യൻ ദൃശ്യം സിനിമയിലെ ജോർജ് കുട്ടിയേക്കാൾ വലിയ ഒരു ദുരൂഹത നിറഞ്ഞ ആളായി മാറുന്നത്? ഇവിടെ ഈ ചിത്രം പ്രേക്ഷകർക്ക് കാണാം. ഇതാണ് നമ്മളിപ്പോൾ തിരഞ്ഞുകൊണ്ടിരിക്കുന്ന ജയ. സെബാസ്റ്റ്യൻ എന്ന ദുരൂഹതയിലേക്കാണ്. ബിന്ദു പത്മനാഭൻ, വയസ്സ് 47, കോടികളുടെ സ്വത്തുണ്ട്, ചേർത്തല സ്വദേശിയാണ്, അവിവാഹിതയാണ്, MBA ബിരുദധാരിയാണ്. സഹോദരന്റെ പരാതിയിലാണ് 2017 കേസെടുക്കുന്നത്. കാണാതാകുന്നത് 2006 എന്ന് ഓർമ്മിക്കണം. കോടികളുടെ സ്വത്തിനുടമയായ MBA ബിരുദധാരിയായ ബിന്ദു പത്മനാഭൻ, 47 വയസ്സ്, സെബാസ്റ്റ്യനുമായിട്ട് ഒരു സൗഹൃദമുണ്ടോ? അതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഞാൻ വരാം ആ ബന്ധത്തിലേക്ക്. രണ്ടാമത്തെ ആൾ ഐഷ വിവാഹിതയാണ്, പക്ഷേ ഭർത്താവ് മരിച്ചു. മക്കളുടെ പരാതിയിലാണ് കേസ്. കാണാതാകുന്നത് 2012 മെയ് മാസം 12-ാം തീയതിയാണ്. സർക്കാർ ജോലിയിൽ നിന്ന് വിരമിച്ച ഐഷയുടെ പ്രായം 58. 2012 മെയ് 10 കാണാതാവുന്നു. ഭർത്താവില്ല. മൂന്നാമത്തെ ആൾ ജൈനമ്മയാണ്, പ്രായം 55, ഏറ്റുമാനൂർ സ്വദേശിനിയാണ് ഈ ജൈനമ്മ. കാണാതാകുന്നത് 2024 ഡിസംബർ മാസം 23-ാം തീയതിയാണ്. കേസ് അന്വേഷിക്കുന്നത് കോട്ടയം ക്രൈംബ്രാഞ്ച്. കൊല്ലപ്പെട്ടെന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘമുള്ളത്. സ്വർണ്ണാഭരണങ്ങളും മറ്റും ഈ ജൈനമ്മയ്ക്കുണ്ടായിരുന്നു. പലപ്പോഴും ആരാധനാലയങ്ങളിലേക്കെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങുന്നതായിരുന്നു ജൈനമ്മയുടെ പതിവ്. ജൈനമ്മയുടെ പ്രായം 55. സെബാസ്റ്റ്യനുമായിട്ട് ബന്ധമുണ്ടായിരുന്നു. റോസമ്മയാണ് അടുത്തയാൾ. മരിച്ചിട്ടില്ല റോസമ്മ, ഇപ്പോഴും ജീവനോടെയുണ്ട്. ഭർത്താവിന്റെ മരണശേഷം വീട്ടിൽ ഒറ്റയ്ക്കാണ് റോസമ്മയുടെ താമസം. കോടികളുടെ സ്വത്തുണ്ട്. റോസമ്മയിലേക്ക് അന്വേഷണം വരുന്നത് അടുത്ത ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം എന്താണെന്ന്. ജയ എന്ന് പറയുന്നത്, ജയയുടെ ചിത്രം നമുക്ക് ലഭ്യമായിട്ടില്ല. ജയയെ നമ്മൾ കണ്ടെത്തി, അവരുമായി സംസാരിച്ചു. ഏറ്റവും ഒടുവിൽ വന്ന പേരാണ് ജയയുടെ പേര്. കാണാതായ ബിന്ദുവിന്റെ സ്വത്ത് കൈക്കലാക്കാൻ സെബാസ്റ്റ്യനെ സഹായിച്ചു എന്നാണ് നമ്മൾ സംശയിക്കുന്നത്. ജയ ആൾമാറാട്ടം നടത്തി. ജയയുടെ ഫോട്ടോയും ഒപ്പും ഉപയോഗിച്ച് ബിന്ദുവിന്റെ പേരിൽ വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി എന്നാണ് മനസ്സിലാക്കുന്നത്. ഒടുവിൽ സെബാസ്റ്റ്യനെതിരെ കുറ്റസമ്മത മൊഴി നൽകിയ ഒരാൾ ഈ ജയയാണ്. ജയയുടെ മൊഴി വളരെ നിർണായകമാണ്. ഈ കേസിൽ ഒരുപക്ഷെ ജയ മാപ്പുസാക്ഷിയാവാനുള്ള സാധ്യതയുണ്ട്. മറ്റൊരാൾ സിന്ധുവാണ്. 43 വയസ്സാണ് സിന്ധുവിന്റെ പ്രായം. ചേർത്തല സ്വദേശിയാണ്. കാണാതാകുന്നത് 2020 ഒക്ടോബർ മാസം 19-ാം തീയതിയാണ്. മകളുടെ വിവാഹത്തിന് 2 മാസം മുമ്പാണ് 43 വയസ്സുള്ള സിന്ധുവിനെ കാണാതെ ആകുന്നത്. സിന്ധുവുമായിട്ടുള്ള ബന്ധം സ്ഥാപിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇനി ഇവരൊക്കെ തമ്മിലുള്ള ബന്ധം ഒന്ന് നോക്കിയാൽ ഇതാണ് സെബാസ്റ്റ്യൻ. ഒരു കാലത്ത് സെബാസ്റ്റ്യനെ കുറിച്ച് നാട്ടുകാർക്ക് വലിയ മതിപ്പൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അദ്ദേഹത്തിന് ചില ഇടപെടലുകൾ എപ്പോഴും ദുരൂഹമായിരുന്നു. ജൈനമ്മയുടെ, സെബാസ്റ്റ്യന്റെ ഭാര്യ വീട് ഏറ്റുമാനൂരിലാണ്. ജൈനമ്മയുമായി സെബാസ്റ്റ്യൻ സൗഹൃദം സ്ഥാപിക്കുന്നത് ഏറ്റുമാനൂരിൽ വെച്ചാണ് എന്നാണ് സംശയിക്കുന്നത്. ജൈനമ്മയുടെ സ്വർണം സെബാസ്റ്റ്യൻ കൊണ്ടുപോയി പണയം വെച്ചതിന് തെളിവുകളുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി ബിന്ദു പത്മനാഭനുമായിട്ടുള്ള പരിചയം സ്ഥലക്കച്ചവടവുമായി ബന്ധപ്പെട്ടാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. പിന്നീട് അത് സൗഹൃദമായിട്ട് മാറും. ഐഷയുമായിട്ടുള്ള ബന്ധം പള്ളിപ്പുറത്ത് സ്ഥലം വാങ്ങുന്നത് സംബന്ധിച്ച് സെബാസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെടുകയും പിന്നീട് അത് പരിചയവും സൗഹൃദവുമായി മാറുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. സർക്കാർ ജോലിയിൽ നിന്ന് വിരമിച്ച ഐഷ പള്ളിപ്പുറത്ത് സ്ഥലം വാങ്ങുന്നത് സെബാസ്റ്റ്യൻ വഴിയാണ്. പലപ്പോഴും റിയൽ എസ്റ്റേറ്റ് ബന്ധങ്ങളാണ് മറ്റു ബന്ധങ്ങളിലേക്ക് സെബാസ്റ്റ്യനെ നയിച്ചതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ജൈനമ്മ ഏറ്റുമാനൂർ സ്വദേശിനിയാണെന്ന് നേരത്തെ പറഞ്ഞു. സെബാസ്റ്റ്യന്റെ ഭാര്യ വീട് ഏറ്റുമാനൂരാണ്. രണ്ടുപേരെയും ബന്ധിപ്പിക്കുന്ന ഒരു സിംഗിൾ പോയിന്റ് അവിടെയാണ്. ജൈനമ്മയുടെ മൊബൈൽ ഫോൺ സെബാസ്റ്റ്യൻ റീചാർജ് ചെയ്തതിന് തെളിവുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ജൈനമ്മയുമായിട്ടുള്ള ആ ബന്ധമാണ് യഥാർത്ഥത്തിൽ സെബാസ്റ്റ്യനെ കുടുക്കുന്നത്. റോസമ്മ, സെബാസ്റ്റ്യനുമായിട്ടുള്ള പരിചയം സ്ഥലക്കച്ചവടവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. റോസമ്മ ഇപ്പോഴും ജീവനോടെയുണ്ട് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. വീടിന് സമീപത്തെ 40 സെന്റ് ഭൂമി വിൽപ്പനയ്ക്കായിട്ട് സെബാസ്റ്റ്യൻ വന്നിരുന്നു എന്നാണ് റോസമ്മ പറയുന്നത്. പക്ഷേ റോസമ്മയുടെ മൊഴികളിൽ ഇനിയും കുറച്ച് വ്യക്തത വരാനുണ്ട്. ജയ ബിന്ദുവിൻ്റെ സ്വത്ത് തട്ടിയെടുക്കാൻ വേണ്ടി കൂട്ടുനിന്നിരുന്നു. അതിനുവേണ്ടി സെബാസ്റ്റ്യനെ സഹായിച്ചയാളാണ്. മറ്റൊരാൾ സിന്ധുവാണ്. സിന്ധുവിന് ഈ കേസുമായിട്ടുള്ള ബന്ധം, സെബാസ്റ്റ്യനുമായിട്ടുള്ള ബന്ധം ഇനിയും തെളിയിച്ചെടുക്കേണ്ടതാണ്.
എന്തായാലും തിരോധാന കേസിന് മറ്റു കേസുകളുമായി സാമ്യമുള്ളതിനാൽ ഈ കേസും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഇതുവരെയും നേരിട്ട് സെബാസ്റ്റ്യനും സിന്ധുവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളതിൽ ഒരു സൂചന പോലീസിന് കിട്ടിയിട്ടില്ല. ബാക്കിയുള്ള എല്ലാവരുടെയും കാര്യത്തിൽ കോമൺ പോയിന്റ് ആയിട്ട് നിൽക്കുന്നത് സെബാസ്റ്റ്യന്റെ ഈ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഇവർ പലതരത്തിൽ ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ബന്ധപ്പെട്ട എല്ലാവരെയും, ഈ റോസമ്മ ഒഴികെ, ജയ ഒഴികെ ബാക്കി ആരെയും കാണാനില്ല എന്നുള്ളതാണ്. ഇവരിൽ പലരും കൊല ചെയ്യപ്പെട്ടു എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ജയനമ്മയെ കൊന്നത്, ബിന്ദു പത്മനാഭനെ കൊന്നത്, ഐഷയെ കൊന്നത് ആരാണ്, സിന്ധുവിനെ കൊന്നത് ആരാണ് എന്ന ചോദ്യമാണ് ബാക്കി നിൽക്കുന്നത്. അതാണ് സെബാസ്റ്റ്യനെ കുറിച്ചുള്ള ദുരൂഹത വർദ്ധിപ്പിക്കുന്നത്. കൃത്യമായ തെളിവുകൾ കണ്ടെത്തിയിട്ടില്ല. തെളിവുകൾക്ക് പിന്നാലെയാണ് പോലീസ്. സെബാസ്റ്റ്യൻ പക്ഷേ ദൃശ്യം സിനിമയിലെ ജോർജ് കുട്ടി കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും.